യജ്ഞത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവാതിര വ്രതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. തിരുവാതിര വനിതകളുടെ ഒരു ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. തിരുവാതിരയ്ക്ക് ആഘോഷങ്ങൾ പല രീതിയിലുണ്ട്. അതുപോലെ വ്രതം ഉണ്ട്. ആ വ്രതത്തിൻ്റെ കാര്യം മാത്രമാണ് ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത്. തിരുവാതിര വ്രതം 3 ദിവസങ്ങളിലാണ്. മകയിരം, തിരുവാതിര, പുണർദം 3 ദിവസങ്ങളിലും വ്രതമുണ്ട്. മകയിരം ദിവസത്തെ വ്രതം പ്രധാനമായും മക്കളെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ വ്രതം എടുക്കുന്നതൊക്കെ സ്ത്രീകളാണ്. ആ സ്ത്രീകൾ അവരുടെ മക്കളെ ഉദ്ദേശിച്ചാണ് മകയിര ദിവസത്തെ വ്രതം എടുക്കുന്നത്. അവർക്ക് സമ്പൽ സമൃദ്ധി, ആയുരാരോഗ്യം, സാമ്പത്തിക നേട്ടം, ഉയർന്ന വിദ്യാഭ്യാസം, ഭാവിയിൽ സന്താന സൗഭാഗ്യം എന്ന് തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഈ വ്രതത്തിലൂടെ അവർക്ക് ലഭിക്കും. തിരുവാതിര ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് ഭർത്താവിനെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. അവർക്കും ഈ പറഞ്ഞ പോലെ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിനും ശത്രുജയം ഉണ്ടാകുന്നതിനും എല്ലാ കാര്യങ്ങളിലും നേട്ടം ഉണ്ടാകുന്നതിനും മറ്റും ഈ തിരുവാതിര വ്രതം പ്രയോജനം ചെയ്യും. 3-ാം ദിവസത്തെ വ്രതം, അതായത് പുണർദം ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സഹോദരങ്ങളെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെന്നാണ് പ്രമാണം. അവർക്കും മുമ്പേ പറഞ്ഞതുപോലെയുള്ള ശത്രുജയം, എല്ലാ കാര്യത്തിലും ഉയർച്ച, സന്താനലബ്ധി, വിവാഹലബ്ധി, ഉത്തമ ദാമ്പത്യം എന്ന് തുടങ്ങി വിവാഹ സംബന്ധമായ എല്ലാ വക നേട്ടങ്ങളും കുടുംബസംബന്ധമായ എല്ലാവിധ നേട്ടങ്ങളും ഈ വ്രതത്തിലൂടെ ലഭിക്കും. അപ്പോൾ ഈ 3 വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നതിനും അതിലൂടെ ഭഗവാൻ പരമശിവന്റെ പ്രീതി കിട്ടിയിട്ട് അവരുടെ മക്കൾക്കും ഭർത്താവിനും സഹോദരന്മാർക്കുമൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.